സ്തുതിയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു വരുമ്പോൾ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. അവിടുത്തെ അനുഗ്രഹം നമ്മുടെ മേലെ കരകവിഞ്ഞൊഴുകും. അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ കോർ ഗ്രൂപ്പ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടനും ഒരു ചേച്ചിയും കൂടെ കടന്നു അവരോട് വന്നിട്ടുണ്ട്. അവരൊന്നും ഇങ്ങോട്ട് വരാമോ? കഴിഞ്ഞ ഞായറാഴ്ച വന്ന ചേട്ടനും ചേച്ചി ഈ ചേച്ചി എന്നെ വിളിച്ചു, ചേട്ടന് നല്ല സുഖമില്ല, അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞു. 3 മണിക്ക് ആണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക് ഒരുമിച്ച് കൂടുന്നുണ്ട്. ചേച്ചി അന്നേരം വന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എഫാദയുടെ ഓഫീസിലേക്ക് വന്നു. വൈകുന്നേരം ജപമാല ആരംഭിച്ചു. ചോദിച്ചു, ചേട്ടനോട് ചേച്ചിയോട് ചോദിച്ചു, പോകാൻ തിരക്കുണ്ടോ? കാരണം സുഖമില്ലാതെ വന്നതാണ്. അപ്പോൾ ജപമാല കഴിയുന്നിടം വരെ ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ചേട്ടനും ചേച്ചി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിവിടെ ഇരുന്ന് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ജപമാല തുടങ്ങി. ജപമാല കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനാ വിഷയം ചേട്ടന് മൂത്ര തടസ്സമാണ്. മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല. മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു അസുഖം വന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ഇങ്ങനെയൊരു പ്രയാസമുണ്ടെങ്കിൽ നമ്മളെങ്ങോട്ട് പോകും? ആദ്യം കേട്ടോ, നമ്മളെങ്ങോട്ട് പോകും? ഹോസ്പിറ്റലിലേക്ക് പോകും. നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറിലെ അഭയം പ്രാപിക്കും. എന്നാൽ ഈ ചേട്ടനും ചേച്ചിയും ഡോക്ടറെ കാണാൻ പോയില്ല. അവര് എഫാത്തയുടെ ഓഫീസിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് അവർ ഓട്ടോറിക്ഷ വിളിച്ചു, വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് ഈ ചേച്ചി ഞങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീടുള്ള സമയങ്ങളിൽ എന്നെ ഫോണിൽ വിളിച്ചു. ഫോണിൽ വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞു. എന്താ പറഞ്ഞെന്നുള്ളത് ചേച്ചി പറഞ്ഞു. ഇവിടുന്ന് പോയി 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വഴിക്ക് പോയപ്പോഴത്തേക്കും 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും മൂത്രം പോയി. വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി. വയറിങ്ങനെ കമ്പിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒട്ടും ഞാൻ ഇരിക്കാനോ കിടക്കാനൊക്കെ വയ്യാത്ത അവസ്ഥയായിരുന്നു. 4 വർഷത്തോളമായി ഇങ്ങനെ സ്ഥിരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് കണക്കാക്കി ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ സെൻറ്ററിനെ വിളിച്ചിങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് പറയാൻ വേണ്ടി എനിക്ക് തോന്നി. ഞാൻ പണ്ടൊരു പ്രാവശ്യം വന്നൊരു പ്രാർത്ഥനയ്ക്ക് കൂടിയിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് കൂടിയിട്ടില്ല, പ്രാർത്ഥിച്ചിട്ട് പോയി ഒരു ദിവസം വന്ന്. പിന്നെ പെട്ടെന്ന് എനിക്ക് ആശ്രയപ്പാട്ടേക്ക് ഒരുങ്ങിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇവിടുത്തെ പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. പെട്ടെന്ന് ഡിസംബറിനെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് നിന്ന് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയത്. ഇവിടെ നിന്ന് ഇരിക്കാൻ വീട്ടിൽ പോയി ഇരിക്കാനൊക്കെ ഓപ്പറേഷൻ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ 1 മണിക്കൂർ ഇരുന്ന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പോയി. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ ഈ വഴി വളവ് തിരിഞ്ഞപ്പോഴത്തേക്കും പിടിക്കും മൂത്രം പോകാനായിട്ട് തോന്നി. അങ്ങനെ വഴിയിൽ തന്നെ ഇരുന്ന് മൂത്രം പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അന്ന് രാത്രിയിൽ വലിയ കുഴപ്പമില്ലാതെ വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി. 2 പ്രാവശ്യം മൂത്രം പോയി. അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു. ഇപ്പം ഇനി ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന യാചിക്കുകയാണ്. ഇതാണ് ചേട്ടനും ചേച്ചിയും നിൽക്കുന്നത്. ഒരു ഗ്രന്ഥിയുടെ വളർച്ച കൊണ്ടുണ്ടാകുന്ന ഒരു തടസ്സമാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. പലരും ഡോക്ടറെ കണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന് അവര് മൂത്രമൊക്കെ ട്യൂബിട്ട് എടുത്ത് കുറെ ഇഞ്ചക്ഷനും മരുന്നൊക്കെ കൊടുത്ത്
ആണ് അവരെ പറഞ്ഞു വിടുക. എന്നാൽ എഫാദയുടെ പ്രാർത്ഥനാലയത്തിലേക്ക് കടന്നു വന്ന് അവര് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ 2 പ്രാവശ്യമായിട്ട് മൂത്രം പോകാൻ തടസ്സമുണ്ടായിരുന്ന മകന് 2 പ്രാവശ്യമായിട്ട് വീട്ടിൽ നിന്ന് മൂത്രം ഒഴിക്കുകയും അതിൻ്റെ ആ മൂത്ര തടസ്സം മൂലമുണ്ടായ പ്രയാസങ്ങളൊക്കെ മാറുകയും ഡോക്ടറെ പിന്നീട് കാണാതെ ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ചൊവ്വാഴ്ച വീണ്ടും വന്ന് ചേർന്നിരിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് അതായത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല, പണം ചെലവാക്കേണ്ടി വന്നില്ല, ഒരു തരത്തിലുമുള്ള മരുന്ന് അതിനു വേണ്ടി കഴിക്കേണ്ടി വന്നില്ല. കർത്താവ് സുഖപ്പെടുത്തിയ ആ വലിയ അനുഗ്രഹത്തിന് നമ്മുടെ കരമുയർത്തി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, ദൈവമേ മഹത്വം. യെശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നു, അവിടുന്ന് പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. അവർ കർത്താവിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ ഒരു ജീവനില്ലാത്ത? ക്ഷീണിച്ചോ? ദൈവവചനം കേട്ട് ക്ഷീണമല്ല ഉണ്ടാകുക, ഉണർവാണ് ഉണ്ടാകുക. നമുക്ക് ക്ഷീണമുണ്ടാകുന്നെങ്കിൽ അതിന് ഒരു കാരണമുണ്ട്. അവൻ പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങള്, കഷ്ടങ്ങള്, നഷ്ടങ്ങള്, തകർച്ചകള്, മറ്റു മാനസിക പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ കർത്താവിന്റെ ഒരു പ്രഹരമായിട്ട് നമുക്ക് അനുഭവപ്പെടണം. പ്രഹരമായിട്ട് കർത്താവിന്റെ ഒരു ചെറിയ ശിക്ഷണമായിട്ട് നമുക്കത് അനുഭവപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ഈ രോഗങ്ങൾക്കൊക്കെ ഡോക്ടറെ തേടി ഓടും. ഡോക്ടറെ തേടി ഓടണ്ടെന്നും ചികിത്സ വേണ്ട എന്നും അല്ല പറയുന്നത്. മറിച്ച് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ആ രോഗത്തിന്റെ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയുടെ, രോഗത്തിന്റെ കാരണം എന്താണെന്ന് കർത്താവിനോടൊന്ന് ചോദിച്ചാൽ അവിടുന്ന് പറഞ്ഞു തരും. ഈ ചേട്ടനും ചേച്ചിയും എഫാദയുടെ കോർ ഗ്രൂപ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവര് അനുഭവിക്കുന്ന കഷ്ടതയുടെ പിമ്പിലെ കാരണങ്ങൾ എന്താണെന്ന് അവിടെ കർത്താവ് അവർക്ക് ഓരോന്നായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകാനുണ്ടായ കാരണങ്ങള്, ബുദ്ധിമുട്ടുകള് ഓരോന്നായിട്ട് കർത്താവ് പറഞ്ഞു കൊടുത്തു. പലരിലൂടെ ഞങ്ങളുടെ ഇന്ന് 9 ആളുകൾ ഉണ്ടായിരുന്നു. കോറത്തിലുള്ള 9 പേരുടെ എല്ലാവരിലൂടെയും തന്നെ അവർക്ക് കർത്താവ് സന്ദേശം നൽകി. അവരുടെ പ്രയാസത്തിന് കാരണം ഇന്നതാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതവർക്ക് മനസ്സിലായി. അവർക്ക് ദൈവസ്നേഹത്തിന്റെ പുതിയ അനുഭവം സ്വന്തമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവര് ഭവനത്തിലേക്ക് ചെന്നപ്പോഴത്തേക്കും 1 മണിക്കൂറിനുള്ളിൽ അവർ അനുഭവിച്ച പ്രതിസന്ധികളിൽ നിന്നും അവർക്ക് വിടുതൽ ലഭിച്ചു. അപ്പോൾ അവൻ പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. പ്രഹരിക്കുന്നത് ഒരിക്കലും അവൻ നശിച്ചു പോകുവാനല്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും വേദനകളും നൊമ്പരങ്ങളും ക്ലേശങ്ങളും തരുന്നത് നമ്മൾ ആരും പൂർണ്ണമായും നശിച്ചു പോകുവാനല്ല, മറിച്ച് അവന്റെ സുഖപ്പെടുത്തുന്ന കരത്തിന്റെ തണലില് താഴ്മയോടെ നിൽക്കുവാൻ വേണ്ടിയാണ്. അവന്റെ സുഖപ്പെടുത്തുന്ന അനുഗ്രഹം സ്വന്തമാക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് നേരിടുന്ന നിരവധിയായ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മുമ്പില് ദൈവത്തെ അന്വേഷിക്കണം. എന്താണ് കർത്താവേ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് കാരണമെന്ന് നീ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചാല് അവിടുന്ന് അവനത് വെളിപ്പെടുത്തി തരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. കർത്താവ് തന്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ച് കിട്ടുകയും തന്റെ പ്രകടനങ്ങളുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് തന്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ച് കെട്ടുകയും തന്റെ പ്രകടനങ്ങളുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണോ നമ്മൾ ഇന്ന് നേരിടുന്നത്, അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. കാരണം കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും, അവൻ നമ്മളെ അനുഗ്രഹിക്കും, അവൻ നമ്മെ ബലപ്പെടുത്തും. അവൻ നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിലേക്ക് നമ്മുടെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദൈവത്തിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കണം. ഡോക്ടറെ മാത്രം കണ്ടതുകൊണ്ട്, വൈദ്യനെ മാത്രം ആശ്രയിച്ചത് കൊണ്ട്
ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണമെന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടമെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും. ദാരിദ്ര്യം നമ്മളിൽ നിന്ന് അകന്നു പോകും, പ്രയാസങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തോബിത്ത് മകനെ ഉപദേശിക്കുകയാണ്, നമ്മൾ ദരിദ്രരായിത്തീരുന്നത് കൊണ്ട് നീ ഒരു തരത്തിലും ആഗ്രഹപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ഇഷ്ടമായതും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് നീ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സമ്പത്ത് കൈവരാൻ വേണ്ടി എന്താണ് സാധാരണ മനുഷ്യന് ചെയ്യുക? ഉള്ള പണം പലിശയ്ക്ക് കൊടുക്കാൻ നോക്കും, അധിക പലിശയ്ക്ക്. ഇപ്പൊ കുബേര എന്നൊരു പേരില് പലിശയ്ക്ക് കൊടുത്തിരിക്കുന്നവരൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ വലിയ സമ്പത്ത് കിട്ടത്തില്ല പലിശയ്ക്ക് കൊടുത്താൽ. ചിലര് ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമമൊക്കെ കാണിച്ച് അഴിമതി കാണിച്ച് സമ്പന്നരാകാൻ നോക്കും. പക്ഷെ അതൊന്നും അല്ല തോബിയാസിനോട് പറയുന്നത്. നീ ദൈവത്തിൽ ആശ്രയിക്കണം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. അപ്പോൾ ഏത് തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോയാൽ ഇപ്രകാരം പ്രവർത്തിച്ചാൽ ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും ദൈവം നമുക്ക് മോചനം തരും. അപ്പോൾ ബാങ്കിൽ പോയി ലോൺ എടുത്ത് ബാങ്കുകാരെ പറ്റിക്കാമെന്നല്ല ചിന്തിക്കേണ്ടത്, അല്ലെ ചുറ്റുപാടുമുള്ളവരിൽ നിന്ന് പണം വാങ്ങിയിട്ട് മുങ്ങിക്കളയാമെന്നല്ല ചിന്തിക്കേണ്ടത്. ആത്മഹത്യ ചെയ്താല് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്റെ കുടുംബം രക്ഷപ്പെടുവാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനി പണം കൊടുക്കുമല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ പിടിച്ചു പറിക്കുവാനോ മറ്റുള്ളവരെ തട്ടിക്കുവാനോ മോഷണം നടത്തുവാനോ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തില് പ്രതിസന്ധിയിലാക്കിയിട്ട് അവരുടെ അടുത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പണം വസൂലാക്കാനോ ഉള്ള ചിന്തയല്ല വേണ്ടത്. മറിച്ച് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായത് ചെയ്യുമ്പോൾ ദാരിദ്ര്യത്തില് കഷ്ടതയില് അകപ്പെട്ടു പോയ മക്കൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടുവാനുള്ള വഴി സുവിശേഷ വാക്യങ്ങളില് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവ് ഇത്തരത്തിൽ നമ്മളെ പ്രഹരിക്കുമ്പോൾ അവന്റെ ഈ പ്രഹരത്തില് മനസ്സ് നൊന്ത് വഴിതെറ്റി പോകാതെ അവന്റെ സന്നിധിയിലേക്ക് തന്നെ ചേർന്ന് നിൽക്കണമെന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. വീണ്ടും പറയുന്നു, ഞാൻ അവന്റെ വഴികൾ കണ്ടു എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. Praise the Lord. Praise the Lord. Praise the Lord. ഞാൻ അവന്റെ വഴികൾ കണ്ടു എങ്കിലും എന്ന് പറയുമ്പോൾ അവന്റെ വഴി അത്ര ദൈവത്തിന് പ്രീതികരമായിട്ട് ആയിരിക്കുകയില്ല. വഴിതെറ്റിയ വഴിയിലൂടെ ആകാം അവൻ സഞ്ചരിക്കുന്നത്, എങ്കിലും അവൻ വീണ് പോകാതെ അവനെ തിരികെ കൊണ്ടുവരേണ്ടതിന് എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. അങ്ങനെ അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്നും കീർത്തനങ്ങൾ ഉയരാൻ ഇടയാക്കും. നമ്മളെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്നും കീർത്തനങ്ങൾ ഉരുവിടുവാൻ ദൈവം ഇടയാക്കും. ചിലപ്പോൾ നമ്മളെ പരിഹസിക്കുന്നവരായിരിക്കാം, നമ്മളെ നിന്ദിക്കുന്നവരായിരിക്കാം, നമ്മളുടെ സാമ്പത്തിക സ്ഥിതി ശോഷിച്ചു പോയതിനാൽ ദുർബലമായി തീർന്നതിനാൽ മറ്റുള്ളവര് ചിലപ്പോൾ ഒരു വേസ്റ്റ് പേപ്പറിന്റെ വില പോലും കൽപ്പിക്കാതെ നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയായിരിക്കാം നമുക്കുണ്ടായിരിക്കുക. എന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നെ മാറ്റി നിർത്തിയ വ്യക്തികളെല്ലാം ആ ദൈവത്തെ പ്രകീർത്തിക്കാനും നിനക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് സന്തോഷിക്കുവാനും തുടങ്ങും. അതുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള ക്ലേശങ്ങളാണോ, ദുരിതങ്ങളാണോ, കഷ്ടനഷ്ടങ്ങളാണോ, പീഡനങ്ങളാണോ നമ്മൾ നേരിടുന്നെങ്കിൽ അതില് നഷ്ടതയിനായി പോകാതെ അതിന്റെ പിമ്പില് എന്നെ ദൈവം ഇങ്ങനെ പ്രഹരിക്കാൻ കാരണമായ ഓരോ സംഭവങ്ങളെ കുറിച്ചും ദൈവത്തോട് ആലോചന ചോദിച്ച് അതിനെ കുറിച്ച് അനുദപിച്ച് പശ്ചാത്തപിച്ച് അവിടുന്ന് പറയുന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയാല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കും. അതാണ് ഇന്നിവിടെ സാക്ഷ്യം പറഞ്ഞ അച്ചേട്ടന്റെയും ചേച്ചിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. അവരുടെ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളെ കുറിച്ചും അവർക്ക് ഒരു പുനർവിചിന്തനം നടത്താനും അനുദപിക്കുവാനും വേണ്ട ക്രമീകരണങ്ങൾ നടത്താനും ആ സമയങ്ങൾക്കുള്ളിൽ അവർക്ക് സാധിച്ചു. ആ സാധിച്ച സമയങ്ങൾക്കുള്ളിൽ ദൈവം അവരെ സുഖപ്പെടുത്തി. ഇതുപോലെ
നമ്മുടെ ജീവിതത്തെയും അവൻ സുഖപ്പെടുത്തും. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ എന്ന് യെശയ്യായുടെ പുസ്തകത്തിൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കർത്താവേ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്നവനോട് നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവൻ നമ്മെ സുഖപ്പെടുത്തും. കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കുവാനായി കടന്നു വരും. അവൻ നമ്മുടെ നിലവിളി കേൾക്കാത്ത വിധം അവന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നമ്മളെ രക്ഷിക്കാനാവാത്ത വിധം അവന്റെ കരങ്ങൾ ചെറുതായി പോയിട്ടില്ല. കാരണം ഈ രക്ഷയും ഈ സുഖപ്പെടുത്തലും നമുക്ക് ലഭിക്കാത്തത് നമ്മുടെ അകൃത്യങ്ങൾ മൂലം അവന്റെയും നമ്മുടെയും മുഖം മറച്ചിരിക്കുന്നു. ഒരു ഭിത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്നാൽ പരസ്പരം കാണാൻ കഴിയാത്തതുപോലെ നമ്മുടെ പാപങ്ങളുടെ ആകുന്ന ഉയർന്നിരിക്കുന്ന ഭിത്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ നിൽക്കുന്നത് കൊണ്ട്, ദൈവം അപ്പുറത്തും നമ്മൾ ആ പാപത്തിന്റെ ഭിത്തിയുടെ ഇപ്പുറത്തും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പരസ്പരം, ദൈവത്തിനും മനുഷ്യർക്കും പരസ്പരം കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ രക്ഷിക്കണമേ എന്ന് അവന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും രക്ഷിക്കും. എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിക്കും, എല്ലാ ഭയത്തിൽ നിന്നും രക്ഷിക്കും, എല്ലാ മനഃക്ഷോഭത്തിൽ നിന്നും രക്ഷിക്കും, എല്ലാ കോപ സാഹചര്യങ്ങളിൽ രക്ഷിക്കും, എല്ലാ പാപ സാഹചര്യങ്ങളിൽ രക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് അവനെ വിളിച്ചപേക്ഷിക്കാം. സുഖപ്പെടുത്തുന്നവൻ, കർത്താവേ നീ എന്നെ പ്രകരിച്ചല്ലോ, നീ പ്രകരിച്ചതിനാൽ നീ തന്നെ എന്നെ സുഖപ്പെടുത്തും. കർത്താവേ നിന്റെ സൗഖ്യം സ്വീകരിക്കുവാനായി ഞാനിതാ ഈ എഫാത്തായുടെ കൂട്ടായ്മയിൽ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അത്ഭുതകരമായ ഇടപെടല് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും. എല്ലാവരെയും സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും കഷ്ടതകളും ക്ഷതകളും എടുത്തു മാറ്റുവാൻ അവൻ ആഗ്രഹിക്കുന്നു. സകലവിധ പ്രതിസന്ധികളിൽ നിന്നും സകലവിധ പ്രയാസങ്ങളിൽ നിന്നും വിടുതൽ നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. ഒരു നിമിഷം കണ്ണടച്ച് നമ്മുടെ കരം മാറോട് ചേർത്ത് വെച്ച്, കർത്താവേ അങ്ങേക്കെതിരായി ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാം. അനുദപിക്കുന്ന പാപിയെ കുറിച്ച് സ്വർഗത്തിലെ വലിയ സന്തോഷമുണ്ടാകും. മാലാഖമാര് സ്വർഗത്തിലെ ദൈവത്തെ പാടി പുകഴ്ത്തും. മറ്റുള്ളവരാണ് എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പറയാതെ, കർത്താവേ എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് എത്തിച്ചെല്ലുമ്പോൾ അവരോടാണ് കർത്താവിനെ പ്രീതി തോന്നുക. അവൻ കാരണമാണ്, അവൾ കാരണമാണ്, അല്ലെ ഭർത്താവ് കാരണമാണ്, ഭാര്യ കാരണമാണ്, മകനാണ്, മകളാണ് ഈ തെറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അല്ല കർത്താവേ, ഞാൻ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതകരമായി ഇടപെടും. സൗഖ്യമായി കടന്നുവരും. സാമ്പത്തിക ഞെരുക്കത്തിൽ വിടുതലായി കടന്നുവരും. മക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള ദുർനടത്തിൽ നിന്നും മോചനം ലഭിക്കുന്ന അവസരമായി അത് കടന്നു വരും. ഭയത്തിൽ നിന്ന് മോചിപ്പിക്കും. മറ്റു തരത്തിലുള്ള എല്ലാ പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ വഴക്കുകളിൽ നിന്ന് രക്ഷിക്കും. അവിശ്വസ്തയിൽ നിന്നും നിന്റെ ജീവിത പങ്കാളിയെ ദൈവം തിരികെ കൊണ്ടുവരും. മദ്യപാന ആസക്തിയിൽ നിന്ന്, പുകവലിയിൽ നിന്ന്, മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്ന്, മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യഭിചാര ആസക്തിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം നിന്റെ കർത്താവ് നീ എനിക്കാണ് തെറ്റുപറ്റിയതെന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ കടന്നു വന്ന് നിന്നെ സുഖപ്പെടുത്തും. അതുകൊണ്ട് അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, വലിയ കണ്ണീരോടെ, നിലവിളിയോടെ കരമേർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഓ ദൈവമേ മഹത്വം, ഓ ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന, കരഞ്ഞു വിളിക്കുന്ന മക്കളുടെ മേലെ അങ്ങ് രക്ഷകനായി പറഞ്ഞിറങ്ങണമേ. ഓ കർത്താവേ, സൗഖ്യത്തിനായി നിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന കർത്താവേ, ഈ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി സ്തുതിച്ച് ആരാധിച്ച് സൗഖ്യത്തിനായി ആഗ്രഹിക്കുക. വിജയം നൽകും
ഈ ലോകത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവനുള്ളവരായി എപ്പോഴും അങ്ങയെ സ്തുതിച്ച് ജീവിക്കുവാൻ വേണ്ട ശക്തിയും കരുത്തും ആത്മാവിൻ്റെ അഭിഷേകവും ഈ മക്കൾക്ക് എല്ലാവർക്കും അങ്ങ് ഈ ദിവസം സമൃദ്ധമായി നൽകണമേ. ദൈവമായ കർത്താവെ, അവിടുന്ന് തന്നെ ഈ മക്കളെ സൗഖ്യമാക്കണമേ. അവിടുന്ന് ഇവരെ അഭിഷേകിച്ച് വിശദീകരിക്കണമേ. കൃപ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഇവരെയും ഇവരുടെ കുടുംബത്തിലുള്ളവരെയും ഇവരുടെ വസ്തുവകളെയും എല്ലാ നിക്ഷേപങ്ങളെയും എല്ലാം ഈ ലോകത്തിന് ഉള്ളവയെല്ലാം നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാക്കി അങ്ങ് രൂപാന്തരപ്പെടുത്തി കൃപ കൊണ്ട് ഇവരെ അഭിഷേകം ചെയ്യണമേ. അങ്ങ് നൽകുന്ന എല്ലാം സ്വർഗരാജ്യത്തിന് അനശ്വര നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ട കൃപയും കരുത്തും അവർക്ക് ഓരോരുത്തർക്ക് നൽകണമേ. ഉപേക്ഷിക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നവരാകുവാൻ ഇവരെ കൃപ കൊണ്ട് അനുഗ്രഹിക്കണമേ. സൗഖ്യം നൽകുന്ന കർത്താവെ അഭിഷേകിച്ച് ഇവരെ ശക്തീകരിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് എല്ലാത്തിനും ശക്തികൾ ഒരിക്കൽ കൂടി ആജ്ഞാപിക്കുന്ന ഈ മക്കളെ വിട്ടകന്നു പോകുക. കർത്താവെ, എല്ലാ പൈശാചിക ബന്ധനങ്ങളിലൂടെ ഈ മക്കൾ രോഗികളായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അവിടുന്ന് ഈ മക്കളിൽ പൈശാചിക ശക്തികളെ ദൈവമായി മാറ്റിക്കളഞ്ഞു ഇവർക്ക് ആത്മീയമായ അഭിഷേകം കൊടുത്ത് ഇവിടെ ശക്തീകരിക്കണമേ. കൃപ നിറഞ്ഞ കർത്താവേ, അവിടുത്തെ നാമത്തിൽ ഇവർ അഭിഷേകിച്ചതിനായി തീരട്ടെ. കൃപ ഇവരിൽ ഓരോരുത്തരും വന്നു തരട്ടെ. ഇവരുടെ കുടുംബങ്ങളിൽ ശക്തി അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളില് എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളിൽ നമ്മൾ മോചിതരാകും. രോഗസൗഖ്യം നമ്മളെ പൂർണ്ണമാകും. കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളും വിട്ടുപോകും. വഴക്ക്, വാശി, വൈരാഗ്യം, ഭയം, ആകുലത, ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സാധ്യതകളുണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുപോകും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുവേ, നീ എന്നെ തുടരണമേ. അങ്ങനെ അഭിഷേകത്തിലൂടെ അഭിഷേകത്തിന് എന്നെ തൈലം പൂശി അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സൗഖ്യപ്പെടുത്തണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഉപകരിക്കുകയും വെച്ച് കിട്ടുകയും ചെയ്യും. അവൻ സുഖപ്പെടുത്തും. അവൻ സുഖപ്പെടുത്തും ദൈവമാണ്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. എന്നെ സുഖപ്പെടുത്തണമേ. എന്നെ ബലപ്പെടുത്തണമേ. ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തെ മുഴുവൻ നീ
കഴുകണമേ ഞാൻ നിർമ്മലനായിടട്ടെ പാപത്തിൻ ദുർഗന്ധം അകന്നിടട്ടെ എന്നിൽ ക്രിസ്തുവിൻ പരിമളം നിറഞ്ഞിടട്ടെ ഞാൻ യേശുവിൻ പരിമളം തൂകിടട്ടെ എവിടെയും കർത്താവിന്റെ പരിമളത്തോടുള്ള ജീവിതത്തിന്റെ ഉടമയായി തീരട്ടെ. ശുദ്ധീകരിക്കണമേ എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ. അവൻ നമ്മെ പരിപൂർണമായി സുഖപ്പെടുത്തും. അവൻ നമ്മുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കും. നമ്മുടെ വഴിയ അശുദ്ധ വാക്കുകളിൽ നിന്നും അസഭ്യ വാക്കുകളിൽ നിന്നും മറ്റുള്ളവരെ ആക്രോശിച്ച മറ്റുള്ളവരെ വേദനിപ്പിച്ച എല്ലാ വാക്കുകളിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ അവൻ ശുദ്ധീകരിക്കും. എന്റെ പാപമെല്ലാം തീറ്റി എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ ജീവിതത്തെ മുഴുവൻ നീ ശുദ്ധീകരിക്കണമേ എന്റെ പാപമെല്ലാം തീറ്റി എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ ജീവിതത്തെ മുഴുവൻ നീ ശുദ്ധീകരിക്കണമേ നീ സോപ്പുകൊണ്ടെന്നെ കഴുകണമേ ഞാൻ നിർമ്മലനായിടട്ടെ നീ സോപ്പുകൊണ്ടെന്നെ കഴുകണമേ ഞാൻ നിർമ്മലനായിടട്ടെ പാപത്തിൻ ദുർഗന്ധം അകന്നിടട്ടെ എന്നിൽ യേശുവിൻ പരിമളം നിറഞ്ഞിടട്ടെ ഞാൻ യേശുവിൻ പരിമളം തൂകിടട്ടെ ശുദ്ധീകരിക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ നിൻ തിരുവിലാവിൽ നിന്നും ഒഴുകിയ ദിവ്യജലത്താലും തിരുവിലാവിൽ നിന്നും ഒഴുകിയ ദിവ്യജലത്താലും എന്നെ കഴുകണമേ എന്നെ കഴുകണമേ കഴിവും ശുദ്ധീകരിക്കും. എന്നെ കഴുകണമേ എന്നെ കഴുകണമേ ശുദ്ധീകരിക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ അവന്റെ ശുദ്ധീകരണത്തിനായി നമ്മുടെ ജീവിതത്തെ വിട്ടുകിടക്കുമ്പോൾ നമ്മുടെ തളർന്നുപോയ പാദങ്ങളെ, കാൽമുട്ടുകളെ, കൈമുട്ടുകളെ അവൻ ബലപ്പെടുത്തും. നമ്മുടെ തകർന്നുപോയ മനസ്സിനെ അവൻ ബലപ്പെടുത്തും. നമ്മളെ നശിച്ചുപോയ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകളെയും അവൻ ഉണർത്തിയെടുക്കും. അവൻ നമ്മളുടെ ദൈവമാണ്. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, മാതാപിതാക്കളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ അനുഗ്രഹിക്കുന്നവരാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, സ്വതോക്കന്മാരെ നശിപ്പിക്കാൻ പോയപ്പോൾ 50 പേരുണ്ടെങ്കിൽ നീ അവരെ നശിപ്പിക്കുവോ? ഇല്ല. 10 പേരുണ്ടെങ്കിൽ ഇല്ല എന്ന് ദൈവം പറഞ്ഞു. ഒരാളെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ, ഒരാളെങ്കിലും ദൈവത്തോട് നിലവിളിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. അവരുടെ കുടുംബം രക്ഷയിലേക്ക് കടന്നു വരും. നിന്റെ ഭവനത്തില് ആരെങ്കിലും ഒരാൾ ദൈവത്തെ അന്വേഷിച്ചാൽ നിന്റെ കുടുംബം മുഴുവനും രക്ഷയിലേക്ക് കടന്നു വരും. മദ്യപാനം മാറും, ദുർചിന്തകൾ മാറും, ദുർവിചാരങ്ങൾ മാറും. തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന നിന്റെ കുടുംബത്തിലെ
മറ്റംഗങ്ങളുടെ എല്ലാ ദുസ്വഭാവങ്ങളും മാറും, പിടിവാശി വിട്ടുമാറും, അഹങ്കാരം വിട്ടുമാറും, ധാർഷ്ട്യം വിട്ടുമാറും. അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ഒരാൾ പ്രാർത്ഥിക്കുക. ഒരു ഭവനത്തിലെ ഒരാളെങ്കിലും പ്രാർത്ഥിച്ചാൽ അവിടുന്ന് അവൻ നിന്നെ തൊടും, അനുഗ്രഹിക്കും. കർത്താവിന്റെ കാരുണ്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അത് ഓരോ പ്രഭാതത്തോറും പുതിയതാണ്. അവിടുത്തെ സ്നേഹവും ഒരിക്കലും അസ്തമിക്കുന്നില്ല. അത് ഓരോ നിമിഷത്തോറും പുതിയതാണ്. അവിടുത്തെ സ്തുതിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാബു ബ്രദർ പറഞ്ഞില്ലേ, അവന്റെ കാരുണ്യം കരകവിഞ്ഞ് നമ്മുടെ മേലേക്ക് ഒഴുകി വരും. അവന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ നിറയും. നമ്മുടെ ഭവനത്തിൽ നിന്നും അനർത്ഥങ്ങൾ വിട്ടുപോകും. നമ്മുടെ ഭവനത്തിന്റെ എല്ലാ തരത്തിലുള്ള ശുഷ്കതയും എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും മാറിപ്പോകും. നമ്മുടെ ഹൃദയത്തെ അവന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി പരിപൂർണ സൗഖ്യത്തിനായിട്ട് എല്ലാ മേഖലകളും വിടുതലിനായിട്ട് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിന്റെ നാമത്തിന്റെ ശക്തിയാണ് ഞങ്ങളെല്ലാവരും സുഖം പ്രാപിക്കട്ടെ. കർത്താവേ, നീ കൽപ്പിച്ചല്ലോ, നിന്നെ വിശ്വസിക്കുന്നവരെ സുഖം പ്രാപിക്കും. നിന്നെ വിശ്വസിക്കുന്നവർ അവർ രോഗികളെ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കും. യേശുവേ, നിന്റെ വാഗ്ദാനം അനുസരിച്ച് നിന്റെ അഭിഷേകം പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ പേരും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാർക്കോസിന്റെ സുവിശേഷത്തിലെ 16 വാക്യത്തിലെ അറിഞ്ഞ അതേ വചനം ഇപ്പോൾ ഇവിടെ ഈ ബോധമുണ്ടായിട്ടുണ്ട്. സംഭവിക്കട്ടെ, എല്ലാ രോഗികളും സുഖം പ്രാപിക്കട്ടെ. ഐശ്വര്യശക്തരാക്കപ്പെട്ട പീഡനത്തിൽ കഴിയുന്നവരെ തലമുറയായി അവരെ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും ഈ നിമിഷങ്ങളിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ശുശ്രൂഷ കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ കാണുന്ന സർവ്വ മക്കളിൽ നിന്നും വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തില് എല്ലാ തെറ്റിന്റെ ശക്തികളും നീങ്ങിപ്പോകട്ടെ. കർത്താവേ, നിന്റെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ എല്ലാവരുടെയും കൈകൾ പൂശി പ്രാർത്ഥിക്കുന്ന ഈ അഭിഷേകം കർത്താവേ, അങ്ങ് കാണുന്നുണ്ടോ? മകന്റെ പ്രാർത്ഥനയാണ് ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാ അത്ഭുത അടയാളങ്ങളെയും ഓർത്ത് കർത്താവേ, നിനക്ക് നന്ദി പറയുന്നു. അവിടെ നൽകുന്ന എല്ലാ സൗഖ്യത്തെയും ഓർത്ത് കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു. എല്ലാ നഷ്ടങ്ങളും, എല്ലാ ദാരിദ്ര്യവും, എല്ലാ കഷ്ടപ്പാടും, എല്ലാ വേദനയും നോമ്പരങ്ങളും വിട്ടുപോകട്ടെ. പഠനത്തിന്റെ മേഖലകളിലെ പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുടെ എല്ലാ അസ്വസ്ഥകളും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോടെ ഞാനും ബലപ്പെടുത്തും. നിന്നെ അനുഗ്രഹിക്കുന്നോടെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോടെ ഞാനും ബലപ്പെടുത്തും. നമ്മുടെ മക്കളെ ബലപ്പെടുത്തുക.
അനുഗ്രഹിക്കുന്നോരേ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോരേ ഞാനും ബലപ്പെടുത്തും. നിന്നെ അനുഗ്രഹിക്കുന്നോരേ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോരേ ഞാനും ബലപ്പെടുത്തും. ഒരു ജനകവിയെ ദേശത്തിന്റെ അനുഗ്രഹമാകും. ദേശത്തിന്റെ അധിപതിയാകും. ദേശത്തിന്റെ അനുഗ്രഹമാകും. ദേശത്തിന്റെ അധിപതിയാകും. ദേശത്തിന്റെ അനുഗ്രഹമാകും. ദേശത്തിന്റെ അധിപതിയാകും. Praise the Lord. Praise the Lord. Hallelujah. 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 അപ്പോൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി എന്താണ്? അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി എന്താണ്? മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. ഞാൻ വേറൊരാളെ അനുഗ്രഹിച്ചാൽ ആ ആൾക്ക് അനുഗ്രഹം കിട്ടുന്നതിലൂടെ ദൈവം ആരെയാണ് അനുഗ്രഹിക്കുന്നത്? എന്നെയാണ് അനുഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഒരാളെ ശപിച്ചാൽ അയാൾക്ക് ശാപം കിട്ടുന്നതിലൂടെ ആർക്കാണ് ശാപം കിട്ടുന്നത്? എനിക്കാണ് ശാപം കിട്ടുന്നത്. അപ്പൊ മക്കളെ അനുഗ്രഹിക്കുക. നീ ചെയ്തവരെ ഒന്നും ഗുണം പിടിക്കുകയില്ല, നീ പ്രവർത്തിക്കുന്ന ഒന്നും നന്നാകില്ല എന്ന് പറയുമ്പോൾ അനുഗ്രഹമോ ശാപമോ ആർക്കാ കിട്ടുക? പറയുന്ന ആൾക്ക്. അപ്പൊ മാതാപിതാക്കൾ മക്കളെ അവരെത്ര വളരുതാത്തവരാണെങ്കിലും എത്ര തെറ്റുകാരാണെങ്കിലും അനുഗ്രഹിക്കുക. ഞാൻ നിന്നെ പ്രകരിക്കുകയും നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്യും. ദൈവം പോലും സുഖപ്പെടുത്തുന്നു. പിന്നെ വെറും കീടമായി തീർന്ന ഒരു അപ്പനും അമ്മയ്ക്കും തന്റെ മക്കളെ ചെയ്ത് തെറ്റ് പുറത്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വർഗത്തിന്റെ പിതാവിന്റെ മുമ്പിൽ എങ്ങനെ അവർക്ക് അനുഗ്രഹം തിരിച്ചു വാങ്ങാൻ പറ്റും? അതുകൊണ്ട് മക്കളോ ഭാര്യയോ ഭർത്താവോ സഹോദരങ്ങളോ ഏത് തരത്തിൽ തെറ്റ് ചെയ്താലും അവരെ ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. നീ ദേശത്തിന്റെ അധിപതിയായി മാറും. Praise the Lord. Hallelujah. നമുക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാം. വീണ്ടും അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണാം. ഇന്ന് നമ്മൾക്ക് വേണ്ടി വചനം പറയാൻ വന്ന ബ്രദർ ബാബുവിന് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. വലിയ വലിയ ശുശ്രൂഷകളിൽ അനേകർക്ക് ദൈവത്തിന്റെ സ്നേഹവും പ്രത്യാശയും അനുഗ്രഹവും നിറച്ചു കൊടുക്കാനുള്ള കൃപ ധാരാളമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്ദിയും എഫാത്ത യേശുനാമത്തിൽ നമ്മുടെ ബാബു ബ്രദറിന് നേരുന്നു. Praise the Lord.